ജെറി അമൽദേവ് അതിസുന്ദരമായ പാട്ടുകളൊക്കെ ഒരുക്കിയിട്ടുള്ള വിദഗ്ധനായ സംഗീതജ്ഞനാണ്, പള്ളിപ്പാട്ടുകാരനാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ഒരു പാട്ട് ഒരു കുടുംബത്തെ രക്ഷിച്ച കഥയുണ്ട്. അതായത് ഒരാൾ കടക്കെണി മൂലം ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചുറച്ചു. ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചുറച്ച ഇദ്ദേഹം ഭാര്യയും മക്കളെയും വീട്ടിലേക്ക് പറഞ്ഞു വിട്ടു. എന്നിട്ട് ഈ വാടക വീട്ടിൽ തൂങ്ങി മരിക്കാൻ വേണ്ടിയുള്ള എല്ലാ ഒരുക്കങ്ങളും നടത്തി. സിസ്റ്റമാറ്റിക്കായിട്ടാണ്. അയാൾ ഇങ്ങനെ മരിക്കുമ്പോൾ ഒരു സ്വരം പോലും പുറത്തു കേൾക്കാതിരിക്കാൻ വേണ്ടി റേഡിയോ വലിയ വോളിയത്തിൽ വെച്ചിട്ടുണ്ട്, FM റേഡിയോ. അപ്പോൾ പെട്ടെന്ന് ഇയാൾ കഴുമരത്തിലേക്ക് കഴുത്തി ചേർക്കുന്ന സമയത്ത് ജെറിമാഷിൻ്റെ പാട്ടാണ് ഒഴുകി വന്നത്. ഇണയെവിടെ തുണയെവിടെ എന്ന് തുടങ്ങുന്ന പഴയ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിലെ പാട്ട്. ഇയാൾ ആ പാട്ടിന് കാതോർത്തു. പെട്ടെന്ന് അയാൾ ഓർത്തു, ജീവിതത്തിൽ ദൈവം തന്ന ഇണയായ ഭാര്യ ഇപ്പോൾ എവിടെയാണ്? ഞാൻ തുണയേകേണ്ട മക്കളിപ്പോൾ എവിടെയാണ്? അവരൊക്കെ എവിടെയൊക്കെയാണ്? അവരൊറ്റക്കാക്കിയിട്ട് ഞാൻ എന്ത് വിഡ്ഢിത്തമാണ് ചെയ്യുന്നത്? അയാൾ ജീവിതത്തിലേക്ക് തിരികെ വന്നു. ഇങ്ങനെയൊക്കെയാണ് ദൈവം ഇടപെടുന്നത്. അപ്പോൾ എങ്ങനെയൊക്കെ, എന്തിനൊക്കെ, ആർക്കൊക്കെ നന്ദി പറയേണ്ടി വരും? ആരോ എവിടെയോ ഇരുന്ന് തയ്യാറാക്കിയ ഒരു പാട്ട് ഒരാൾക്ക് ജീവിതമായിട്ട് മാറുകയാണ്. അയാൾക്ക് നന്ദി പറയണ്ടേ? ഇതുപോലെ ജീവിതത്തിൽ എന്തിന് കാര്യങ്ങൾ നന്ദി പറയേണ്ടി വരും. നിങ്ങൾ ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോൾ ഓർത്ത് നോക്കുക, നിങ്ങളുടെ മേശപ്പുറത്ത് വന്നിരിക്കുന്ന ഭക്ഷണം അത് പല ഫോമുകളിൽ എത്ര പേരുടെ കയ്യിലൂടെ കടന്നു പോയിട്ടുണ്ട്. ആരോ എവിടെയോ കൃഷിയിടങ്ങൾ ഒരുക്കി, ആരോ എവിടെയോ ഉൽപ്പാദിപ്പിച്ചെടുത്തു, മറ്റാരോ അത് മറ്റൊരു പരുവത്തിലാക്കി അവസാനം നിങ്ങളുടെ മേശപ്പുറത്ത് ഭക്ഷണമായി എത്തി. ആ ഭക്ഷണത്തിന് ദൈവത്തോട് നന്ദി പറയണം. അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എത്രയോ കരങ്ങൾ, അവയ്ക്കൊക്കെ നന്ദി പറയണം. നന്ദി പറഞ്ഞ് തീർക്കാൻ ഈ ജന്മം പോരാ എന്ന് കവി എഴുതുന്നത് ആ അർത്ഥത്തിലാണ്. അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഒരു നന്ദിയുടെ ശീലം ജീവിതത്തിലേക്ക് കൊണ്ടുവരിക. ഇനി ഗ്രാറ്റിറ്റ്യൂഡ് വാക്ക് എന്ന് പറയുന്ന ഒരു നടത്ത രീതിയുണ്ട്. അതായത് നിങ്ങൾ നടക്കുമ്പോൾ ഓരോ ചുവടും നന്ദി പറയുക. ആദ്യം നിങ്ങൾ കാലെടുത്ത് വെക്കുന്ന ഈ ഭൂമിക്ക് തന്നെ നന്ദി പറയണം. പിന്നെ നടക്കാൻ നിങ്ങൾക്ക് പറ്റുന്നതിലുള്ള ആരോഗ്യത്തിന് നന്ദി പറയണം. ഇത് രണ്ടും തന്ന ദൈവത്തിന് നന്ദി പറയണം. നന്ദിയുടെ ഓർമ്മകളോടുകൂടി ഞാൻ ഇന്ന് നന്ദിയോടെ ഓർക്കേണ്ടവരെ ഓർത്തുകൊണ്ട് ഞാൻ നടക്കുന്നു. ഓരോ ചുവടിലും നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുക. നിങ്ങൾ എന്നോട് ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ എന്താ മാറ്റം? മാറ്റം നിസ്സാര മാറ്റമല്ല, നിങ്ങളുടെ മുഖത്തിന് തന്നെ ഒരു മാറ്റം വരും. ഈ ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയുടെ പഠനം പറയുന്നത് എന്താണ്? എപ്പോഴും ഗ്രേറ്റ്ഫുള്ളായിട്ടുള്ള ആളുകളുടെ BP വളരെ നോർമൽ അവസ്ഥയിലായിരിക്കും. അവരുടെ ബ്ലഡ് സർക്കുലേഷൻ വളരെ പുഴയൊഴുകുന്ന അനുഭവത്തിലായിരിക്കും. അവർക്ക് രോഗങ്ങൾ അധികരിക്കുന്ന അവസ്ഥകൾ കുറയും. കാരണം എന്താണെന്നറിയോ? നന്ദി പറയുന്ന മനുഷ്യൻ്റെ ഉള്ളിൽ ഒരു മാറ്റം സംഭവിക്കും. അവരുടെ ഉള്ളിൽ എൻഡോർഫിൻ എന്ന ഹോർമോൺ ഉണ്ടാവും. എൻഡോർഫിനെ ഫീൽ ഗുഡ് ഹോർമോൺ എന്ന് വിളിക്കുക. അതായത് സുഗതമായൊരു പുഴയൊഴുക്കിൻ്റെ അനുഭവം തരുന്ന ഹോർമോണാണ് എൻഡോർഫിൻ. ഓക്സിറ്റോസിൻ എന്നൊരു ഹോർമോൺ ഉണ്ടാവും. ഓക്സിറ്റോസിനെ ലവ് ടോണിക് എന്ന് വിളിക്കുക. ഈ നന്ദി പറഞ്ഞ് അറിയാതെ ഓക്സിറ്റോസിൻ ഉണ്ടാവും. അപ്പോൾ എല്ലാവരോടും സ്നേഹം തോന്നും. കോർട്ടിസോൾ എന്ന് പറയുന്ന സ്ട്രെസ്സുള്ള ഹോർമോൺ അത് മാറിപ്പോവും. ഇങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ നന്ദി പറയുമ്പോൾ ശാരീരികമായി തന്നെ ഉണ്ടാകുന്നുണ്ട്. ഇതൊക്കെ തിരിച്ചറിഞ്ഞിട്ട് ഈ കൊച്ചു ജീവിതത്തെ കുറച്ചുകൂടി സുന്ദരമാക്കി മാറ്റാൻ ആത്മാർത്ഥമായിട്ടൊന്ന് ശ്രമിച്ചു നോക്കുക. പിന്നെ ജീവിതത്തിൽ രോഗങ്ങളൊക്കെ വരും. രോഗം വരാത്ത ആരെങ്കിലും ഉണ്ടോ? എന്തെല്ലാം പ്രശ്നങ്ങൾ, ആകുലതകൾ, വ്യാകുലതകൾ, അലച്ചിലുകൾ, ഉഴച്ചിലുകൾ, ഇതെല്ലാം ഉണ്ട്. ഇതുണ്ടായി എന്ന് കരുതി ജീവിതത്തെ തള്ളിപ്പറയേണ്ട ആവശ്യമുണ്ടാവും. അപ്പോഴും നന്ദി പറയാം. നിങ്ങൾക്കിന്ന് അതിഥിയെപ്പോലെ എത്തിയിരിക്കുന്ന ഒരു രോഗി നിങ്ങളാകുന്ന വാടക വീട്ടിൽ ഈ അതിഥി വന്നിരിക്കുകയാണ്. അത് പോകണം. പക്ഷേ ആ വ്യക്തി വന്നതുകൊണ്ട് എല്ലാവരോടും ദേഷ്യപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. അവിടെ ഒരു നന്ദി കൊണ്ടുവരിക. ദൈവം ഇന്ന് എനിക്കിത് അനുവദിച്ചു തന്നു. ദൈവത്തിന് എന്തെങ്കിലും പദ്ധതി ഉണ്ടാവാം. അതല്ലേ ജീവിതം എന്ന് പറയുന്നത്. വികലാംഗനായ ഒരാൾ പൊയ്ക്കാലണിഞ്ഞാണ് എല്ലായിടത്തും സഞ്ചരിക്കുക. അവൻ്റെ കാല് മുറിച്ച് കളഞ്ഞു, ബോൺ ക്യാൻസർ വന്ന്. അപ്പോൾ ബ്ലഡ് ക്യാൻസർ നിമിത്തം ബ്രസ്റ്റ് റിമൂവൽ നടത്തിയ ഒരു പെണ്ണ് വല്ലാതെ ഡിപ്രസ്ഡാണ്. ഇപ്പോൾ പാട്ടുകാരി അറിയുമ്പോൾ പാട്ടൊന്നും പാടുന്നില്ല. ഇവൻ ഇതറിഞ്ഞിട്ട് പൊയ്ക്കാലിൽ ആർട്ടിഫിഷ്യൽ ലെഗിൽ ഇവളുടെ അടുത്തേക്ക് ചെന്നു. അവൾ ഭയങ്കര സ്വരത്തിൽ റോക്ക് മ്യൂസിക്കൊക്കെ ഇട്ട് സ്വയം മറക്കാൻ ശ്രമിച്ചിരിക്കുകയാണ്. ആ റോക്ക് മ്യൂസിക്കിനൊപ്പം അവൻ ഒറ്റക്കാലം ഡാൻസ് കളിക്കാൻ തുടങ്ങി. ഉറഞ്ഞാടി ഡാൻസ് കളിക്കുകയാണ്. ഇവൾ കുറേ നാൾക്ക് ചേട്ടൻ പൊട്ടിച്ചിരിക്കൊടുവിൽ അവൾ പറഞ്ഞു, ഇഫ് യു ക്യാൻ ഡാൻസ്
ഐ ക്യാൻ സിങ്. നിനക്ക് ഇനി ആടാൻ പറ്റുമെങ്കിൽ എനിക്ക് പാടാൻ പറ്റും. അവൾ പാട്ട് വീണ്ടെടുത്തു, അവൾ ജീവിതം വീണ്ടെടുത്തു, അവൾ നന്ദിയോടുകൂടി ജീവിതത്തിലേക്ക് പ്രവേശിച്ചു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ചങ്ങാതി, ജീവിതത്തിൽ എല്ലാം നല്ലതിനാണ്. എന്തും ഏതും നന്മയാക്കി മാറ്റാൻ കഴിയുന്ന ദൈവം. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ കാഴ്ചകളിൽ പോലും നന്ദി കൊണ്ടുവരാൻ പറ്റും. ഈ ഭൂമിയുടെ മുറിവിലൂടെയാണ് പുഴ ഒഴുകുന്നത്, ഒരു മുളയുടെ മുറിവിലൂടെയാണ് പാട്ടൊഴുകിയെത്തുന്നത്. നിങ്ങളുടെ മുറിവിലൂടെയാണ് നിങ്ങളുടെ ഹൃദയം തിരുഹൃദയമായിട്ട് മാറുന്നത്. അങ്ങനെയാണെങ്കിൽ നന്ദിയല്ലേ മുറിവുകൾക്ക് നൽകേണ്ടത്? മുറിപ്പെടുത്തുന്നവർക്ക് നന്ദി പറയേണ്ടതല്ലേ? ഒരു ദിവസത്തിൽ 86,400 സെക്കൻഡുകളുണ്ട്. ഞാൻ ചോദിക്കട്ടെ സുഹൃത്തെ, ഈ സെക്കൻഡുകളിൽ ഏതെങ്കിലും ഒരു സെക്കൻഡെങ്കിലും നന്ദി എന്ന് പറയാൻ ഉപയോഗിച്ചിട്ടുണ്ടോ? എക്കാർട്ട് എന്ന ജർമ്മൻ മിസ്റ്റിക് പറയുന്നുണ്ട്, നിങ്ങൾ ഒരേ ഒരു പ്രാർത്ഥനയും നടത്തുന്നുള്ളെങ്കിൽ ആ പ്രാർത്ഥന നന്ദി ദൈവമേ എന്ന പ്രാർത്ഥനയായിരിക്കണം. അദ്ദേഹത്തിൻ്റെ ഒരു പ്രാർത്ഥനയുണ്ട്, ദൈവമേ ഇത്രയ്ക്ക് സുന്ദരങ്ങളായ ഈ ഗിഫ്റ്റുകളൊക്കെ തന്ന കൂട്ടത്തിൽ ഒരു ഗിഫ്റ്റ് കൂടി തരണം, നന്ദിയുള്ളൊരു ഹൃദയം. അതായിരിക്കണം അങ്ങ് തരുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റ്. ഷേക്സ്പിയറിൻ്റെ കഥാപാത്രങ്ങളിലൊന്ന് ഇങ്ങനെ പറയുന്നുണ്ട്, നന്ദി മറ്റെല്ലാ വാക്കുകളും നിശബ്ദമാണ്. അദ്ദേഹം വീണ്ടും പറയുന്നുണ്ട്, നന്ദി നിറഞ്ഞു തുളുമ്പുന്ന ഒരു ഹൃദയം എൻ്റെ ദൈവമേ നീ എനിക്ക് സമ്മാനമായിട്ട് തരിക, എനിക്ക് വേറൊന്നും വേണ്ട. ഈ സമ്മാനം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ജീവിതത്തിന് വേറെ അഴക് കൊണ്ടുവരുന്ന ഒന്നും വേണ്ട. ഇതാണ് ഏറ്റവും വലിയ അഴക്. അപ്പോൾ ഇങ്ങനെ നന്ദി പറഞ്ഞ് ജീവിക്കാനായിട്ട് ശ്രമിച്ചു നോക്കുക. ഇനി നമ്മുടെ ടോക്കുകളിൽ, സെൽഫ് ടോക്കുകളിൽ ഭൂരിഭാഗം നെഗറ്റീവാണ്. അതെന്തുകൊണ്ടാണെന്നറിയോ? നമ്മൾ സർവൈവലിലൂടെ കടന്നു പോകുന്നവരാണ്. അപ്പോൾ സർവൈവ് ഇൻസ്റ്റിങ്ക്റ്റായിട്ട് ആപത്തിനെ തിരിച്ചറിയുന്ന വിധത്തിൽ നമുക്കൊരു റിഫ്ലെക്സോളജി പ്രവർത്തിക്കുന്നുണ്ട്. അത് ശത്രു വരുന്നുണ്ട്, അറ്റാക്ക് വരുന്നുണ്ട്. അപ്പം നമ്മുടെ പ്രാഥമികമായ ചിന്ത നെഗറ്റീവാണ്. അതുകൊണ്ടാണ് മനുഷ്യരൊക്കെ എപ്പോഴും ആദ്യം നെഗറ്റീവ് ചിന്തിക്കുന്നത്. അത് പരിണാമ തലത്തിൽ സംഭവിച്ചൊരു മാറ്റമാണ്. ശത്രുക്കളിൽ നിന്നും വേട്ടയാടുന്നവരിൽ നിന്നും രക്ഷപ്പെടുന്നതിന് വേണ്ടി വേട്ടയാടപ്പെട്ട മൃഗത്തിൻ്റെ ഉള്ളിൽ സംശയവും ഭീതിയും മറ്റും വരും. അതുകൊണ്ടാണ് എപ്പോഴും നമ്മളിങ്ങനെ നെഗറ്റീവ് കാണുന്നതും നെഗറ്റീവ് പറയുന്നതും നെഗറ്റീവ് ചിന്തിക്കുന്നതും. ഇൻസ്റ്റിങ്ക്റ്റാണ്. അതിന് നിങ്ങൾ തന്നെ മാറ്റുക. സെൽഫ് ടോക്ക് ഒരു ഗ്രേറ്റ്ഫുൾ ടോക്കാക്കി മാറ്റുക. അത് ഒരാളെ കാണുമ്പോൾ തന്നെ ഇവൻ ശരിയല്ലല്ല എന്ന് ചിന്തിക്കുന്നതിന് പകരം താങ്ക് യു, അയാളെ കണ്ടുമുട്ടിയല്ലോ, അങ്ങനെ ചിന്തിക്കുന്നതിൽ നഷ്ടമൊന്നുമില്ല നിങ്ങൾക്ക്. അല്ലെങ്കിൽ ഒരു പരിപാടി നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ദേഷ്യപ്പെടുന്നുണ്ട് പല കാര്യങ്ങളിലും. നിങ്ങൾക്ക് ദേഷ്യപ്പെട്ട് നിങ്ങളെ തന്നെ ശപിച്ച് തപിച്ചിരുന്ന് നശിപ്പിച്ചെടുക്കാം. അതിന് പകരമായിട്ട് കണ്ണടച്ചിരിക്കുക, ക്ഷമ തരിക, സമാധാനത്തോടു കൂടി നന്ദി പറയുക. ഇന്നത്തെ ഈ അവസരത്തിന് നന്ദി, ഇന്ന് സംഭവിക്കുന്ന എല്ലാത്തിനും നന്ദി. അങ്ങനെ 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 നമ്മളെ ഒന്ന് ഒരുക്കിയെടുക്കുക. ഒരുക്കി ഇല്ലാതാക്കുന്നതിന് പകരം ഒരുക്കി എടുക്കുക. അങ്ങനെ ജീവിതത്തെ നമുക്ക് സുന്ദരമാക്കി മാറ്റാൻ നമുക്ക് സാധിക്കും. അടുത്തത്, ചില ചിത്രങ്ങളൊക്കെ മനസ്സിലേക്ക് കൊണ്ടുവരണം. ഭയങ്കര ദേഷ്യം വരുമ്പോൾ ചെയ്യാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യമാണ് നന്ദിയുടെ കുറേ ചിത്രങ്ങളൊക്കെ മനസ്സിലേക്ക് കൊണ്ടുവരിക. ഹിതോപദേശത്തിൽ, ഭാരതീയ പുരാണങ്ങളിലെ ഹിതോപദേശത്തിൽ രസകരമായൊരു കോൺസെപ്റ്റ് ഉണ്ട്. അവർ പറയുന്നു, ഒരു തെങ്ങ് നിങ്ങൾ നോക്കിക്കാണുക, അത് വളരുന്ന സമയത്ത് ആരും ഇത്തിരി വെള്ളം ഒഴിച്ചതിന് പകരമായിട്ട് ഇപ്പോൾ തണ്ണീർക്കുടം തലയിൽ ചുമന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ എപ്പോഴെങ്കിലും തെങ്ങിനെക്കുറിച്ച് അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ? അതായത് വളരുന്ന സമയത്ത് ആരും ഇത്തിരി വെള്ളം തന്നതിന് ഇപ്പോൾ തണ്ണീർക്കുടങ്ങൾ തലയിൽ ചുമന്ന് ഒരു തെങ്ങ് നിൽക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ആരോടൊക്കെ എന്തിനൊക്കെ നന്ദി പറഞ്ഞുകൊണ്ടാണ് നമ്മൾ നിൽക്കേണ്ടത്? ചിന്തിച്ച് നോക്കുക. എനിക്ക് പരിചയമുള്ള ഒരാൾ, അദ്ദേഹത്തിൻ്റെ പോക്കറ്റിൽ ഒരു കല്ലിട്ടിട്ടുണ്ട്. അയാളതിൻ്റെ ഗ്രാറ്റിറ്റ്യൂഡ് സ്റ്റോൺ എന്നാണ് വിളിക്കുക, നന്ദിക്കല്ല്. എന്നിട്ട് ഇയാൾ എന്താ ചെയ്യുക? നമ്മളറിയാതെ എപ്പോഴും പോക്കറ്റിലേക്ക് കൈ ഇടുമല്ലോ. പോക്കറ്റിലേക്ക് കൈ ഇടുമ്പോൾ ഈ കല്ലുമ്മ തട്ടും. അപ്പോൾ തന്നെ അയാൾ നന്ദി പറയേണ്ട ആരെങ്കിലും ഓർക്കും. എന്തൊരു രസകരമായ രീതി നോക്കുക. അങ്ങനെ ഈ കല്ലിൽ തട്ടുമ്പോഴൊക്കെ നന്ദി പറയുന്ന ശീലം വളർത്തിയിട്ടപ്പോൾ ഒരു ദിവസം എത്ര പേർക്കാണ് നന്ദി പറയുക? ചെയ്തു നോക്കുക. ഇനി മറ്റൊരാൾ ചെയ്യുന്നത് പറഞ്ഞുതരാം. നമ്മൾ കൊടും ട്രാഫിക്കിൻ്റെ സ്ഥലത്താണ് ജീവിക്കുന്നത്. എവിടെ നോക്കിയാലും ട്രാഫിക്കാണ്. സാധാരണ നമ്മളെന്താ ചെയ്യുന്നത്? അകത്തിരുന്ന് പുകഞ്ഞ് എരിഞ്ഞ് ദേഷ്യപ്പെട്ട് ഹോണടിച്ച് ചിലപ്പോൾ പൊട്ടിത്തെറിച്ച് നമ്മളങ്ങനെ ഇരിക്കും. എന്നിട്ട് നമുക്കെന്താ ഗുണം? കുറച്ചുകൂടി നമ്മൾ ടെൻഷനാവും, കുറച്ചുകൂടി നമ്മുടെ ആരോഗ്യം നശിക്കും. അങ്ങനെ സംഭവിക്കേണ്ട ആവശ്യമുണ്ടോ? എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞു,
ട്രാഫിക് മാറ്റാൻ എനിക്ക് പറ്റില്ല. ഞാൻ എന്ത് ചെയ്യും? ഈ ട്രാഫിക്കിൽ പെട്ട് കിടക്കുമ്പോൾ പതുക്കെ ഒന്ന് കണ്ണടച്ച് വെറുതെ നന്ദിയുടെ പാട്ടുകളൊക്കെ പാടും, നന്ദിയുടെ വചനഭാഗങ്ങൾ ഓർക്കും. എൻ്റെ അപ്പന് നന്ദി പറയും, അമ്മയ്ക്ക് നന്ദി പറയും, ഗുരുക്കൾക്ക് നന്ദി പറയും. അതൊരു ശീലമായി മാറി. ഇപ്പോൾ ട്രാഫിക് ജാമിനിടയിൽ പെട്ടുപോയാലും ഞാൻ ജാമായി പോകാറില്ല. മറിച്ച് ഞാൻ കുറച്ചുകൂടി റിന്യൂഡായ അനുഭവത്തിലേക്ക് കടന്നു വരും. പ്രിയപ്പെട്ടവരെ, ഈ വലിയ പ്രശ്നത്തിൻ്റെ പരിഹാരം വലിയൊരു കാര്യമൊന്നുമല്ല, ചെറിയ കാര്യങ്ങളാണ്. ചെറിയ കാര്യങ്ങൾ സ്നേഹത്തോടെ നന്ദിയോടെ ജീവിതത്തിൽ സ്വീകരിക്കുക. ഇനി കർത്താവിൽ നിന്ന് പഠിക്കാവുന്ന ഏറ്റവും വലിയ പാഠമെന്നാണ്, കർത്താവ് എപ്പോഴും നന്ദി പറഞ്ഞുകൊണ്ടിരുന്നു, എപ്പോഴും നന്ദി പറഞ്ഞുകൊണ്ടിരുന്നു. സ്നാപകയോഹന്നാൻ വധശിക്ഷ ഏറ്റുവാങ്ങി കൊല്ലപ്പെട്ട ദിവസങ്ങളിൽ 5000 പേർക്ക് ഭക്ഷണം ഊട്ടിയ ആളാണ്. നന്ദി പറഞ്ഞ് വാഴ്ത്തി അവർക്ക് ഭക്ഷണം നൽകി. ഒരു ദുഃഖത്തിൻ്റെ വെയിലാറുന്ന സമയത്താണ്, വെയിലാറിയിട്ടില്ല, അപ്പം അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കൊടുങ്കാറ്റിൽപ്പെട്ട സെയിൻറ്റ് പോൾ എന്താ ചെയ്യുന്നത്? ദൈവത്തിന് നന്ദി പറയുകയാണ്. കൊടുങ്കാറ്റിലാണ്, കപ്പലുലയുന്നു, എന്നിട്ട് നന്ദി പറയുകയാണ്. യോന മത്സ്യത്തിൻ്റെ ഉദരത്തിലായിരിക്കുമ്പോഴും നന്ദി പറഞ്ഞു. ഇനി ഈശോ തന്നെ ഏറ്റവും അവസാനമായിട്ട് ഒരു നന്ദിയല്ലേ, എത്തലസ്ഥായി എല്ലാം പൂർത്തിയെന്ന് പറയുമ്പോൾ, ദൈവമേ ഇതുവരെ എൻ്റെ കൂടെ നടന്നതിന് നന്ദി, എല്ലാം തന്നതിന് നന്ദി, എല്ലാം വിജയിപ്പിച്ചതിന് നന്ദി, കടങ്ങളെല്ലാം വീട്ടിയതിന് നന്ദി. എന്നിട്ട് ഒരാൾ മരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെയൊക്കെയല്ലേ നല്ല ജീവിതം നയിക്കാൻ നമുക്കും സാധിക്കുക. നന്ദിയോടെ ജീവിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ട ചങ്ങാതി, നല്ല യാത്ര നേരുന്നു.